വയനാട് കൃഷ്ണഗിരിയിൽ കാറിന് മുകളിലേക്ക് കൂറ്റൻ മരം വീണ അപകടം. കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിലാണ് സംഭവം. പ്രദേശത്ത് ഗതാഗത തടസ്സം. കല്ലൂർ ടൗണിൽ മരം പൊട്ടി വീണു. ദേശീയപാതയിലാണ് മരം പൊട്ടി വീണത്. ആഷിഖ് റഹ്മാൻ ചേരുന്നുണ്ട്. ആഷിഖ്, സംസ്ഥാനത്തുടനീളം മഴക്കെടുതി രൂക്ഷമാവുകയാണ്. ഇത് എപ്പോഴായിരുന്നു ഇവിടെ ഈ സംഭവം? എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? മഴയുടെ അവസ്ഥ എങ്ങനെയാണ്? വലിയ മഴയാണ് ജില്ലയിലുടനീളം റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ മലയോര പ്രദേശങ്ങളിലാണ് വ്യാപകമായ മഴ റിപ്പോർട്ട് ചെയ്യുന്നത്. പലയിടങ്ങളിലും വലിയ രീതിയിൽ ഈ മരം വീണ ഗതാഗത തടസ്സം നേരിടുന്ന ഒരു പ്രശ്നം നിലവിലുണ്ട്. അതിനിടയിലാണ് ഈ കൃഷ്ണഗിരിയിൽ ഒരു മരം വീണ് ഈ കാറിന് മുകളിലേക്ക് മരം വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വലിയ കൂറ്റൻ മരമാണ് ആ ഒരു വാഹനത്തിന് മുകളിലേക്ക് വീണതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് ബോണറ്റിലേക്കാണ് വീണതെങ്കിൽ പോലും വാഹനം ഓടിച്ച ഡ്രൈവറുടെ അടുത്തേക്ക് മരം എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അയാൾക്ക് ചെറിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ടെന്നും ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയിലേക്കാണ് മാറ്റിയെന്നും നമുക്ക് ഒരു സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. പ്രത്യേകിച്ച് വലിയ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. പല സ്ഥലങ്ങളിലും അപകട വാർത്തകൾ വരുന്നുണ്ടെങ്കിൽ പോലും അപകടം പറ്റിയതിനെ കുറിച്ച് പോലും വ്യക്തമായ സൂചന ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം അത്രയ്ക്കധികം മരങ്ങളാണ് കടപുഴകി വീഴുന്നത്. വലിയ രീതിയിൽ ബത്തേരിയിലടക്കം വലിയ രീതിയിൽ ഈ ഗതാഗതക്കുരുക്ക്, പ്രത്യേകിച്ച് മരങ്ങൾ വീണ ഗതാഗതക്കുരുക്ക് നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ മേപ്പാടിയിലടക്കം വലിയ രീതിയിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. നമുക്കറിയാവുന്ന പോലെ മുണ്ടക്കി ചുരുൾമര ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന സ്ഥലമാണ്. അവിടെയടക്കം വലിയ രീതിയിൽ മഴ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് എന്തായാലും വലിയ രീതിയിൽ കൽപ്പറ്റ നഗരത്തിലേക്കൊക്കെ ചെറിയ രീതിയിലാണ് മഴയെങ്കിൽ പോലും ഈ പ്രത്യേകിച്ച് മലയോര മേഖലയിലാണ് വലിയ രീതിയിൽ മഴ ഇന്ന് മുഴുവനായിട്ട് പെയ്തിട്ടുള്ളത്. എന്തായാലും ഈ പലയിടങ്ങളിൽ ഇപ്പോഴും ഈ ഒരു മരം വീണ ഗതാഗത തടസ്സമടക്കമുള്ള പ്രശ്നങ്ങൾ നിലവിലുണ്ട്. എന്തായാലും ഈ നേരത്തെ സൂചിപ്പിച്ച കൃഷ്ണഗിരിയിലടക്കം ഇപ്പോഴും ആ മരം അവിടുന്ന് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. 2 മണിക്കൂറോളമായി അവിടെ വലിയ രീതിയിൽ ഗതാഗത കുരുക്ക് നിലവിലുണ്ട്. അത് ഇനി മാറ്റണമെങ്കിൽ മണിക്കൂറുകൾ വേണമെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. എന്തായാലും വയനാട് ജില്ലയിൽ പലയിടങ്ങളിലും മരം വീണടക്കം വലിയ രീതിയിൽ ഗതാഗതക്കുരുക്ക് നേരിടുന്നുണ്ട്. നാളെയും ജില്ലയിൽ റെഡ് അലർട്ട് ആണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പുലർച്ചെ വലിയ അനിഷ്ട സംഭവങ്ങൾ നാളെയും സാധ്യതയുണ്ട്. എന്തായാലും ഇതുവരെ മരണങ്ങളോ മറ്റു കാര്യങ്ങളോ റിപ്പോർട്ട് ചെയ്തത് എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യമാണെന്ന് പറയുന്ന സമയത്ത് പോലും വലിയ രീതിയിൽ മഴ ഇപ്പോഴും ജില്ലയിൽ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ സമയത്ത് പറയാൻ കഴിഞ്ഞത്. അഖില, ശരി, വയനാട് കനത്ത മഴ തുടരുകയാണ്. വലിയ കൃഷ്ണഗിരിയിൽ കാറിന് മുകളിലേക്ക് കൂറ്റൻ മരം വീണ അപകടമുണ്ടായിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാമാണ് ആഷിഖ് റഹ്മാൻ പങ്കുവച്ചത്.